ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെളുത്ത ആവോലിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് വെച്ചൊക്കെ ഉണ്ടാക്കാം. ഇത് അയില വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്, നെയ്മീൻ വെച്ചുണ്ടാക്കാം. ഇതൊരു ലൈറ്റ് ഡിന്നറായിട്ട് ഉപയോഗിക്കാം. സോർട്ടഡ് വെജിറ്റബിളിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണത്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 2 വെളുത്ത ആവോലി എടുത്ത് വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇത് നമുക്കൊരു ബൗളിലേക്ക് എല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, കായം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ലെമൺ ജ്യൂസ്, ഉപ്പ്. ഇതിൻ്റെ ചേരുവകളെല്ലാം ഡീറ്റെയിൽ ആയി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൈകൊണ്ട് തന്നെ മീനിൽ തേച്ച് പിടിപ്പിക്കാം. നല്ലതായിട്ട് പരച്ചിട്ടുണ്ട്. വരയിലെ ഉള്ളിലൊക്കെ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലും മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫിഷ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് ആ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ, കടലപ്പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക്. ഫ്രൈങ് പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലും മതി. ഇപ്പം നല്ല വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ ഫിഷ് കോട്ട് ചെയ്യണം. എല്ലായിടത്തേക്കും പൊടി ഒരേപോലെ സ്പ്രെഡ് ചെയ്യാം. ഓരോ സൈഡും ഒരു 2 മിനിറ്റ് ആവുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. ഇനി ഒന്ന് മറിച്ചിട്ട് നോക്കാം.
ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്, ഇനി മറ്റേ സൈഡും കൂടി മുരിച്ചെടുക്കാം. ഒന്ന് ചരിച്ചൊക്കെ കൊടുക്കുക, പുള്ളിയിലൊക്കെ നല്ല വെന്ത് കിട്ടും. ഫിഷ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. സ്പെഷ്യൽ ഫിഷ് ഫ്രൈ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം.